തിരുവനന്തപുരത്ത് PN പണിക്കർ ഫൗണ്ടേഷൻ വായന ദിനാഘോഷത്തിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി പുകഴ്ത്തി സ്വാഗത പ്രസംഗികൻ. മുഖ്യമന്ത്രി അതൃപ്തി പ്രകടിപ്പിച്ചതോടെ പ്രസംഗം നിർത്തി. മുഖ്യമന്ത്രി കേരളത്തിന്റെ വരദാനം, പിണറായി വിജയൻ ലെജൻഡ് എന്നിങ്ങനെയായിരുന്നു പ്രസംഗം. കൂടുതൽ സംസാരിച്ചാൽ മുഖ്യമന്ത്രിക്ക് ദേഷ്യം വരുമെന്ന് സ്വാഗത പ്രാസംഗികൻ പറഞ്ഞു. മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നു ദ ലെജൻഡ് ഓഫ് കേരള എന്നല്ല നമ്മൾ പറയുന്നത്. ഞങ്ങൾ പറയുന്നത് അദ്ദേഹം കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ലെജൻഡറി ഹീറോ ആണ് അദ്ദേഹം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ലെജൻഡറി ഹീറോ ആണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം നീതി ആയോഗിലിരിക്കുമ്പോൾ, ഞാൻ പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗിലിരിക്കുമ്പോൾ അവിടുത്തെ ഉള്ളവർ പറയാണ്, ശ്രീ പിണറായി വിജയൻ നിങ്ങൾ കേരളത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ്, ഒരു വരദാനമാണ്. കാരണം ഹീസ് എ വണ്ടർഫുൾ പേഴ്സണാലിറ്റി എന്നാണ് അവർ പറഞ്ഞത്. ഹീസ് എ വണ്ടർഫുൾ പേഴ്സണാലിറ്റി എന്നാണ്. വാർത്തയുടെ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. മുഖ്യമന്ത്രി ഈ പുകഴ്ത്തലിൽ വലിയ അതൃപ്തി മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഉടനെ സ്വാഗത പ്രാസംഗികൻ പേടിച്ച് ആ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. വിവരങ്ങൾ. നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ 8 മിനിറ്റോളം ഈ പ്രസംഗം നീണ്ടു നിന്നു. ഈ 8 മിനിറ്റ് പ്രസംഗത്തിലും കൂടുതലും മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട്, മുഖ്യമന്ത്രിയെ ലെജൻഡറി എന്നും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ഏറ്റവും മികച്ച മുഖമെന്നും അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയാണെന്ന രീതിയിലും ലെജൻഡാണെന്നും വരദാനമാണെന്നുള്ള രീതിയിലൊക്കെയുള്ളൊരു പ്രസംഗമായിരുന്നു, സ്വാഗത പ്രസംഗമായിരുന്നു നടത്തിയത്. ഈ പ്രസംഗം അത് 8 മിനിറ്റോളം നീളുന്ന സമയത്ത് ഇത്തരത്തിൽ വേദിയിലുണ്ടായിരുന്ന പന്ന്യൻ രവീന്ദ്രനും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും ഈ സംഘാടകരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഈ സമയത്തൊക്കെ അസ്വസ്ഥനായിരുന്നു. ആ സമയത്ത് ഇത്തരത്തിൽ പറയുന്നുണ്ട്, മുഖ്യമന്ത്രിക്ക് ദേഷ്യം വരും, അതുകൊണ്ട് തന്നെ പ്രസംഗം അവസാനിപ്പിക്കണമെന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ആ ഒരു സംഘാടക സമിതിയിലുണ്ടായിരുന്നൊരു സ്ത്രീയോടാണ് പറയുന്നത്. അവർ പിന്നീട് അത് പേപ്പറിൽ എഴുതി ഈ സ്വാഗത പ്രാസംഗികൻ്റെ അടുത്തേക്ക് കൊണ്ടുകൊടുക്കുന്നു. അപ്പോൾ തന്നെ സ്വിച്ച് ഇട്ട പോലെ ആ പ്രസംഗം നിർത്തുകയാണ് ഉണ്ടായത്. നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് മുൻകാല അനുഭവങ്ങളൊക്കെ ഉണ്ട്. തിരുവനന്തപുരത്ത് തന്നെ കാരണഭൂതം വിവാദമൊക്കെ ആയത് വലിയ വാർത്തയും വലിയ വിവാദങ്ങളൊക്കെയായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വിവാദങ്ങളിലേക്കൊക്കെ പോകേണ്ടിയിരിക്കാതിരിക്കാനാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു അസ്വസ്ഥത വേദിയിൽ പ്രകടിപ്പിച്ചത്. വേദിയിൽ തന്നെ പ്രകടമായിട്ട് അത് മുഖ്യമന്ത്രിയുടെ മുഖത്തും ശരീരഭാഷയിൽ നിന്നും നമുക്ക് അത് വായിച്ചെടുക്കാൻ സാധിച്ചിരുന്നു. എന്തായാലും മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ടായിരുന്നു കൊച്ചുകുട്ടികൾ പങ്കെടുത്ത പരിപാടിയിൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ടായിരുന്നു വായന ദിനാഘോഷത്തിൻ്റെ പരിപാടിയിലെ സ്വാഗത പ്രസംഗം നടത്തിയത്. മുഖ്യമന്ത്രിക്ക് ദേഷ്യം വരുമെന്ന് കണ്ടതോടുകൂടി വിദ്യാഭ്യാസ മന്ത്രി പന്ന്യൻ രവീന്ദ്രൻ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് പ്രസംഗം വിവരങ്ങൾ പങ്കുവച്ചത്.